ഇത് നിൽക്കത്തില്ല കേട്ടാ, ഇത് 24 hours ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും വെള്ളം. സാധാരണ വരച്ചെടുക്കുന്ന ഒരു ചിത്രമല്ല, ടൈൽസുകൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഒട്ടിച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നതാണ്. ഹായ്, നമസ്കാരം. Q4 ക്വാളിറ്റിയുടെ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം, ഇതിലൂടെ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉടലെടുത്തപ്പോൾ ഞാൻ ആദ്യം എടുത്തൊരു തീരുമാനമുണ്ട്. ചുമ്മാ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങിയിടാതെ അതിലൂടെ ചെറുപറ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കണം എന്നെനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ പേര് സഫീർ എന്നാണ്, അബുദാബിയിലാണുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ പരിചയപ്പെടാം. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അബുദാബിയിലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പാർക്കിലോട്ടാണ്. ഈ ഒരു ചുറ്റുപാടിലുള്ള എല്ലാ ആളുകളും മോർണിംഗ് വാക്കിനാണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ്ങിൽ സമയം ചെലവഴിക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പാർക്കിലോട്ടാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്, ഫോർമൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എവിടെയാണെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ 1-2 ലാൻഡ് മാർക്കുകൾ ഞാൻ കാണിക്കാം. അബുദാബിയിലെ സോഫിറ്റിലാണിത്, സോഫിറ്റിൽ ഹോട്ടൽ. അതേപോലെ തൊട്ടടുത്ത് റോയൽ മെറീഡിയൻ ഹോട്ടലുണ്ട്, അലൈൻ പാലസ് ഹോട്ടലുണ്ട്. ഒരു സൈഡിലായിട്ട് അഡ്നോക്കിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് ഇതിൽ കാണുന്നില്ല. എന്തായാലും അഡ്നോക്കിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇടുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു ഇടമാണ്. നല്ല രീതിയിൽ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. വന്നിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് നല്ല നല്ല ഇരിപ്പിടങ്ങൾ നീറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും എല്ലായിടത്തും. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേര് മോർണിംഗ് വാക്കിനൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്, നമുക്കധികം ആളുകളെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ചെടികളൊക്കെ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഇടവേളയ്ക്കിടയിൽ ഇങ്ങനെ അത് നനച്ചുകൊണ്ടിരിക്കും. ഒരു കിഡ്സ് പ്ലേയിങ് ഏരിയ ആണ് ഈ കാണിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനും സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ എക്യുപ്മെൻസും അതേപോലെ ഓരോ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് ഉണ്ടാവും. ഇവിടെ ആർക്കൊക്കെ പ്രവേശിക്കാം, ഏത് വയസ്സിലുള്ളവർക്ക് പ്രവേശിക്കാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡൾട്ട്സിന്, കുട്ടികളുടെ കൂടെ പാരൻസിന് വരാം. ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ അലൗഡ് അല്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നു നോക്കാം വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. ഇവിടെ അതേപോലെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഗ്യാപ്പ് ഇടവിട്ടിട്ട് ഓരോ നമുക്ക് ചെയ്യാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ള ഓരോ ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു കുറച്ച് ഇൻസ്ട്രക്ഷനോട് കൂടിയുള്ള ഒരു ഇടമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ പോയിട്ട് ഇത് വായിച്ചിട്ട് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ആ പറഞ്ഞത് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അതേപോലെ പുല്ലുകളൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ചെറിയ കുന്നും ചെരിവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ഒരു ഇൻസ്ട്രക്ഷനാണ്, അതിൻ്റെ കൂടെ തന്നെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വേറെ എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാപ്പ് ഇടവിട്ടിട്ടും ഇതേപോലെ വേസ്റ്റ് പിന്നുകൾ ഒരുപാട് വെച്ചിട്ടുണ്ടാവും. പല രീതിയിലുള്ള വേസ്റ്റ് പിന്നുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് യാതൊരു രീതിയിലുള്ള വേസ്റ്റുകളും അവിടെയും ഇവിടെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പർ പോലും നമുക്കിവിടെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകൾ, ചെറിയ ചെറിയ കമ്പുകൾ, ഇത്തരം കാര്യങ്ങളെ നമുക്കിവിടെ വേസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഒരുപാട് ചെടികൾ, നല്ല നല്ല മരങ്ങൾ, നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇരിപ്പിടങ്ങൾ നോക്കിയേ, പല രീതിയിലുള്ള നല്ല ഭംഗിയാണ് കാണാൻ പലതും. ഒരു ഡൈനിങ് ടേബിള് രീതിയിലൊക്കെ രാത്രികളിലൊക്കെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ പോവാം, നമുക്ക് മുന്നോട്ട് പോവാം. എന്തെല്ലാം വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ചെടികൾ നനയ്ക്കുന്ന കണ്ടില്ലേ, സ്പ്രിങ്ക്ലർ കണ്ടോ. ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ നനഞ്ഞു പോകും. നല്ല രസമാണ് കാണാൻ. അത് ഇവിടെ ഇങ്ങനെ നനച്ച് കഴിയുമ്പോൾ തൊട്ടടുത്തത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ ഓരോ ചെടികളും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു കിഡ്സ് പ്ലേയിങ് ഏരിയ ഇവിടെയുണ്ട്. അവിടുത്തെ ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷേ എക്യുപ്മെൻറ്റ്സിൽ മാറ്റങ്ങളുണ്ട്. സെയിം റൂൾസാണ് ഇവിടെയും. കിഡ്സിന് മാത്രമാണ്, കുട്ടികൾക്ക് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. എല്ലാം നല്ല നീറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് ഒരു പ്രത്യേക ഇടവേളകൾ കഴിഞ്ഞാൽ ഇത് ആളുകൾ വന്നിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഇത് ബാർബിക്യൂ ചെയ്യാനുള്ളൊരു ഇടമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല കല്ലുകളിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഇന്നലെ ഇവിടെ ബാർബിക്യൂ ചെയ്ത് പോയിട്ടുണ്ടാവാം. ഉടനെ അത് ക്ലീൻ ചെയ്ത് ആരും കുറച്ച് കാലത്തേക്ക് ഇവിടെ വന്നിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ഡെയിലി ഇവിടെ ആളുകൾ വരുന്നുണ്ട്, ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പാലിച്ചിട്ട് വേണം ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാവ്, അടിപൊളിയല്ലേ. നല്ല അടിപൊളി ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയാണ് കാണാൻ. 2-3 പറവകൾ ഇങ്ങനെ മുകളിലോട്ട് പറന്ന് പോകാൻ നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരു സൈഡിൽ നിന്നും വെള്ളം വന്നിട്ട് അവിടെ കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ടുണ്ട്, അതിലേക്ക് വന്ന് വീഴുന്നൊരു സീനാണ്. നല്ല രസമില്ല കാണാൻ, അടിപൊളിയാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ്. വാവ്, അടിപൊളിയല്ലേ. നല്ല രസമാണ്. ഇത് നിൽക്കത്തില്ല കേട്ടോ, ഇത് 24 hours ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും വെള്ളം. നല്ല നീറ്റാട്ടോ, വെള്ളം ഡേർട്ടി ഒന്നുമല്ല, നല്ല വൃത്തിയുള്ള വെള്ളമാണ്. അത് അത്തരത്തിൽ ആണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിൽ കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചൂടെ എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ അത് ഇതിലില്ല, ഫിഷൊന്നും ഇതിലില്ല. അതിനൊരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ സേഫ്റ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അതങ്ങനെ സെറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിങ്ങനെ വന്ന് വീഴുന്നത് അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. നല്ല ഫോട്ടോസൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അടിപൊളി. എന്തായാലും നമുക്ക് പോവാം. ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഒരിടം കൂടെ ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 സ്ഥലത്തുണ്ട് ഈ ഒരു പാർക്കിനകത്ത്. ഇതേപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പുള്ളപ്പ് ബാർസുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ വ്യായാമം ചെയ്യാൻ വരുന്നവർക്ക് പുള്ളപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വ്യത്യസ്ത ഹൈറ്റുകളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെയല്ല, ഭയങ്കര സ്ട്രോങ് ആണ്. 2-3 പേരൊക്കെ ഒരുമിച്ച് പുള്ളപ്പ് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ഒരു കുലുക്കം പോലും ഉണ്ടാകത്തില്ല, ഒരു ഷെയ്ക്ക് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് സംഭവം. അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നടക്കാം മുന്നോട്ട്. ഇത് ഇവിടുത്തെ ചെടികളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. എന്തായാലും അടിപൊളിയാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. ആക്ച്വലി ഒരുപാട് സമയം വീഡിയോ ചെയ്യാനുള്ളതുണ്ട്. പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കുറച്ച് എല്ലാം ചുരുക്കിയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായി മാറും. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഏതെല്ലാം രീതിയിലുള്ള ചെടികളാണ്, ഏതെല്ലാം രീതിയിലുള്ള മരങ്ങളാണ് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല വൃത്തിയാണ്, അതായത് നീറ്റ്നെസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കണ്ടോ, ഇവിടെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സൈൻ ബോർഡുകളാണ്. ഇന്ന സൈഡിലോട്ട് പോയാൽ ഇതാണ്, ഇന്ന സൈഡിലോട്ട് പോയാൽ അതാണ് എന്ന് കാണിക്കുന്ന
സൈൻ ബോർഡുകളാണ്. എന്തായാലും ലെറ്റ്സ് ഗോ. ഡേറ്റ്സ് ട്രീസ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെല്ലാം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള, നല്ല രീതിയിൽ ചെയ്ത്, നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വരച്ചതൊന്നും അല്ല കേട്ടോ. ഇത് ഓരോന്നും ചെറിയ ചെറിയ ടൈൽസിൻ്റെ പീസുകളാണ്. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ ചെറിയ ടൈൽസുകളാണിത് ഓരോന്നും. അല്ലാതെ ഈ ഒരു ഷേപ്പിൽ ഒരു വരച്ചെടുത്ത ചിത്രമല്ല. ആ ഒരു ഷേപ്പിൽ ടൈൽസുകൾ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പടങ്ങളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. പെർഫെക്ഷനാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ വേറൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും അതുപോലൊക്കെ തന്നെയാണ്, ടൈൽസുകളാണ്. അതിൻ്റെ അറ്റവും മൂലയും എല്ലാം ടൈൽസുകളാണ്. വ്യത്യസ്ത കളറുകളിലുള്ള, വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ടൈൽസുകളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിങ്ങനെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിലേ അത്യാവശ്യം പണിയുണ്ട്. എന്തായാലും സമ്മതിക്കണം, അടിപൊളിയാണ്. ഇവിടെ ഒരു പായക്കപ്പൽ നമുക്ക് കാണാൻ പറ്റും. ഇതും ഓരോന്ന് ചെറിയ ചെറിയ ടൈൽസുകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ വരച്ചെടുക്കുന്ന ഒരു ചിത്രമല്ല. ടൈൽസുകൾ ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഒട്ടിച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്രത്തോളം റിസ്ക് ഉണ്ടാവുമെന്ന്. അത്രയും ചെറിയ പീസുകളാണിത്, ടൈൽസ് കണ്ടോ. നമുക്ക് അതിൻ്റെ ജോയിൻറ്റുകളൊക്കെ ശരിക്കും കാണാൻ പറ്റും നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ ഒരു പുള്ളിക്കാരനോട് ഇരിപ്പുണ്ട്. നല്ലൊരു മാൻപേട. പുള്ളിക്കാരനെയും ഇതേപോലെ ടൈൽസുകൾ ഒട്ടിച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. അയാളുടെ കണ്ണൊക്കെ കണ്ടോ, ഓരോന്ന് എന്തൊരു പെർഫെക്ഷനാണല്ലേ ഈ വർക്കിൽ. സമ്മതിക്കണം, അടിപൊളിയാണ്. നല്ല ടൈം എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് കണ്ടിട്ട് കാല് കണ്ടില്ലേ, എല്ലാം വ്യത്യസ്ത കളറുകളിലായിട്ട് ടൈൽസുകൾ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. പെർഫെക്ഷൻ, അടിപൊളി, ഒന്നും പറയാനില്ല, പെർഫെക്ഷൻ. ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ എല്ലാത്തിലും. എന്തായാലും പോയി നോക്കാം. ഇവിടെ നമുക്കൊരു കൊച്ചു വാട്ടർ ഫൗണ്ടൻ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, അത് വെള്ളം വന്ന് വീഴുന്ന കാണാൻ. രസമല്ലേ കാണാൻ, അടിപൊളി. ഇതൊക്കെ ഇങ്ങനെ 24 hours ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് കാണാൻ. എന്തായാലും നമുക്ക് നടക്കാം, മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. നല്ല അടിപൊളി ഈന്തപ്പനകൾ കാണാം കേട്ടോ ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പൂങ്കല പോലെ ഈത്തപ്പഴങ്ങളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഡേറ്റ്സ് ഒരുപാട് ഉള്ള സീസണായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിനുള്ള ഭാഗ്യമില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ഫോർവേഡ്. നല്ല ചെടികളും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല കിളികളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കിളികളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് നല്ല വ്യത്യസ്തമായ കിളികൾ ഇവിടെ ഉണ്ട്. എന്തായാലും പോവാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ഇത് മെയിൻ റോഡാണ്. ഇപ്പോൾ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ മെയിൻ റോഡാണ് ഈ വണ്ടികൾ പോകുന്നത്. അതേപോലെ ആ റോഡിൻ്റെ തൊട്ട് അപ്പുറത്താണ് കോർണിഷ് വരുന്നത്. കോർണിഷ് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കോർണിഷ് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. ഈ പാർക്ക് തന്നെ അത്യാവശ്യം 2-3 മണിക്കൂർ തുടർച്ചയായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് ചുരുക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. ഇവിടെ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ
ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ബേഡ്സ് ഒക്കെ വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ വരുന്ന സ്ഥലമൊക്കെയാണ്. കണ്ടോ, ഒരു പുള്ളിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. എന്നെ കണ്ട ചിലപ്പോൾ ആള് രക്ഷപ്പെടും ഇവിടുന്ന്. എന്തായാലും നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നീരുറവയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യുന്ന പോലെ ആണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട്. രസമല്ലേ കാണാൻ? എന്തായാലും നമുക്ക് നടക്കാം, മുന്നോട്ട് പോവാം. ഡേറ്റ്സ് ട്രീ ആണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് പഴക്കമുള്ള ഡേറ്റ്സ് ട്രീ ആണ്. ഈ ഈന്തപ്പനകളാണ്, നല്ല പഴക്കമുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. എല്ലായിടത്തും ഞാൻ പറഞ്ഞ പോലെ നല്ല ഭംഗിയിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീറ്റ്നെസ് ആണ്, നല്ല വൃത്തിയാണ് ഇതിൻ്റെ എല്ലാം മെയിൻ. വൃത്തി എന്ന് പറഞ്ഞാൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാട്ടോ. പിന്നെ വന്ന് ഇരിക്കുന്ന ആളുകളുടെ ഒരു മര്യാദ അതുകൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇരുന്നിട്ട് നമുക്ക് തോന്നുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയി തൊട്ട് അടുത്ത വേറെ ആരെങ്കിലും വരുമ്പോൾ ആൾ ഇരിക്കുമ്പോൾ അത് ദാറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? അപ്പോൾ ആ വന്നിരിക്കുന്ന ആളുകളും നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും പോവാം. ഇവിടെ മറ്റൊരു സൈൻ ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എന്തെല്ലാം അനുവദീയമാണ്, എന്തെല്ലാം അനുവദീയമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി നമ്മളെ കാണിച്ചിരുന്നുണ്ട്. അതുകൊണ്ടെല്ലാം ഇത് ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടെ ടെൻസ് അലൗഡ് അല്ല, അതേപോലെ ബാർബിക്യൂ ഈ ഒരു ഏരിയയിൽ അലൗഡ് അല്ല. അനുവദീയമായ ഏരിയകൾ മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലവേഴ്സ് പറിക്കുന്നത് അനുവദീയമല്ല. അപ്പോൾ എന്തായാലും ഇവിടെ വേറൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രാക്ടീസ്, ഒരു വ്യായാമം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനോട് കൂടിയിട്ടുള്ള കാര്യം മറ്റൊന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.